ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം റെഡി ബോംബെയുടെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനങ്ങളും. ചിത്രം ഗസൽ. ഇത് വിജയം മേശ്രിയുടെ കഥയാണ് കേട്ടോ. ചീകി ഒതുക്കിയ മുടിയും പിന്നെ ചന്ദനക്കുറയും പിന്നെ ഒരു ഫിയേറ്റ് പത്നിയാണ് പുള്ളിയുടെ ഐഡന്റിറ്റി. കഴക്കൂട്ടം കോവളം ബൈപ്പാസ് വഴി പോകുന്ന എല്ലാ വണ്ടിപ്രാന്തന്മാരും ഒരു പ്രാവശ്യമെങ്കിലും ഈ കട എന്തായാലും ശ്രദ്ധിച്ചു കാണും. നമ്മളെ ഫിയേറ്റ് ഒക്കെ വർക്ക് ചെയ്യണ വിജയമേശ്വരിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുമുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ദിവസം പോയപ്പോഴാണ് അവിടെ നമ്മൾ വേറൊരു മാർക്ക് 2 കിടക്കുന്നുണ്ട്. അതിലിഷ്ടംപോലെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് കൗതുകം തോന്നി. അപ്പോൾ നമ്മൾ വിചാരിച്ച് നിങ്ങൾക്കിവിടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഈ കിടക്കുന്ന മുതലാണ് ആ സാധനം, പണ്ടത്തെ മോഡൽ മാർക്ക് 2. പിന്നെ അന്ന് കാലത്ത് മെയിനായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇതിൻ്റെ ഗ്ലാസ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഗ്ലാസ് ശ്രദ്ധിച്ച് നോക്കിയായിരുന്ന രണ്ടും സെയിം ആണ്. പണ്ടത്തെ നമ്മളെ ഫോറിൻ പ്രീമിയർ വണ്ടികളുണ്ടല്ലോ, ഇംപാലെ, ഡോഡ്ജ്, അതുപോലത്തെ വണ്ടികളിലൊക്കെ ബാക്ക് ഗ്ലാസ് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് ഫ്രണ്ട് സൈഡിലെ ഗ്ലാസ് തന്നെ ബാക്ക് സൈഡിൽ ഇടും കേട്ടോ. കാണാൻ അടിപൊളി ലുക്കാണ്. അന്ന് ആ സമയത്ത് ഫോറിൻ കാറുകളൊക്കെ കമുത്താൻ വേണ്ടിയിട്ട് കുറേ മോഡിഫിക്കേഷൻസ് അംബാസഡറിൽ ചെയ്യുമായിരുന്നു കേട്ടാ. ഇതിന്റെ ക്രോം ഭാഗങ്ങളെല്ലാം മാറ്റ് കളറിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണം കേട്ടോ. ക്രോം ആണോ ഇഷ്ടം, അതേ മാറ്റ് കളർ അടിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത്. പിന്നെ അന്നത്തെ കാലത്ത് മെയിനായിട്ട് മാറ്റുന്ന ഒന്നായിരുന്നു ഡോറിന്റെ ഹാൻഡിൽ മാറ്റി കോൺട്രസ്റ്റഡ് ഹാൻഡിൽ കയറ്റുന്നത്. അത് ഒരു തരംഗം വരുന്നത് കേട്ടാ. ഈ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പഴയ സ്റ്റോക്ക് മോഡൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അത് കാണാൻ തന്നെ അടിപൊളി ഫീലാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അംബാസഡർ ആയിരുന്നു മെയിൻ. പിന്നെ മാർക്ക് 3യുടെ പാർക്ക് ലൈറ്റ് ഉണ്ടല്ലോ, അത് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്യായിരുന്നു. അതും ഒരു മോഡിഫിക്കേഷൻ ആയിരുന്നു. അത് കമ്പനിയിൽ വെച്ച് വരില്ലായിരുന്നു, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വെക്കണം. പിന്നെ ജാൽവ ഹോൺ, അതായിരുന്നു പണ്ടത്തെ മെയിൻ ഐഡന്റിറ്റി. പിന്നെ ഈ സാധനം കണ്ട, ഇത് ആന്റിനയാണ്. ഇത് ഓൺ ആക്കുമ്പോൾ താനേ പൊങ്ങി വരും കേട്ടാ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ വരും കേട്ടാ.